ഇമാജിൻ വി.എസ്. അച്യുതാനന്ദൻ മത്സരിക്കുന്ന സ്ഥലത്ത് മാത്രമാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അല്ല, അങ്ങനെ കേരളം മൊത്തം ഒരു സ്റ്റാറായിരുന്നു. വെദർ വി ലൈക്ക് ഹിം ഓർ നോട്ട്. ആ മനുഷ്യൻ്റെ പ്രസംഗവും ക്യാമ്പയിനും എല്ലാവരും ആഗ്രഹിച്ചു. വി.എസ്. വരാത്ത സ്ഥലത്ത് വി.എസിൻ്റെ ഫോട്ടോ വെച്ചു, ഫ്ലക്സ് വെച്ചു, ഇങ്ങനെയൊക്കെ ചെയ്തു. ആ വി.എസ്. ആണ് താനെന്ന് വി.ഡി. സതീശൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്നിട്ട് വി.എസിന് വേണ്ടി പണ്ട് ആൾക്കാർ നിരത്തിലിറങ്ങി, എനിക്ക് വേണ്ടി ഇപ്പോൾ താൻ നിരത്തിലിറങ്ങി. അന്ന് അച്യുതാനന്ദന് സീറ്റ് കിട്ടി, ഇന്ന് തന്നെ മുഖ്യമന്ത്രിയാക്കി. ഈ ഇക്വേഷൻ ഈസ് നോട്ട് ഗോയിങ് ടു വർക്ക് സാർ. അതന്ന് വി.എസിന് വേണ്ടിയിട്ട് അങ്ങനെ സംഭവിച്ചു എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ വി.എസിൻ്റെ പ്രായം, വി.എസിൻ്റെ മറ്റു രീതിയിലുള്ള കഴിവുകളില്ല. വി.എസിൻ്റെ പ്രായം മാനിച്ച് സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ഒക്കെ വഴങ്ങിക്കൊടുത്തതാണ്. അല്ലെങ്കിൽ അവരുടെ പാർട്ടി പ്രിൻസിപ്പിൾ വെച്ചിട്ട് അവർ ആ തീരുമാനം മാറ്റിയില്ല. കം വാട്ട് മീ, തോറ്റുപോകും, അത്രയല്ലേ ഉള്ളൂ, കണ്ടോളാം, ഇങ്ങനെ പറയുള്ളൂ. ബട്ട് ഇദ്ദേഹത്തിൻ്റെ ഏജ് ഇപ്പോഴും കൂടെ സീറ്റ് കൊടുത്തില്ലെങ്കിൽ ഇനിയിപ്പോൾ 5 വർഷം കഴിഞ്ഞില്ലേ ഉള്ളൂ. അപ്പോഴത്തേക്ക് വി.എസിന് 5 വയസ്സ് കൂടെ ആകും. ലെറ്റസ് റിവേഴ്സ് ദിസ് ഡിസിഷൻ. അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. അതൊരു സഹതാപ തീരുമാനമായിരുന്നു, അല്ലാതെ വി.എസിൻ്റെ ബലത്തിന് മുമ്പിൽ പാർട്ടി കീഴടങ്ങിയതൊന്നുമല്ല. ഇതൊന്നും മനസ്സിലാക്കാതെ വി.ഡി. സതീശൻ വി.എസ്. ആവാൻ ശ്രമിക്കുന്നു, ദയനീയമായിട്ട് പരാജയപ്പെടുന്നു.